കെ.പി.സി.സി പുനഃസംഘടനയിൽ തീരുമാനമാകാതെയാണ് കെ.പി.സി.സി നേതൃയോഗം പിരിഞ്ഞത്. പുനഃസംഘടനയെപ്പറ്റി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ യോഗത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിലും ഇക്കാര്യം യോഗത്തിൽ തീരുമാനത്തിലെത്തിയിരുന്നില്ല. അതേസമയം കെ.പി.സി.സി നേതൃത്വവും പ്രതിപക്ഷ നേതാവും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം പുനഃസംഘടനയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. പുനഃസംഘടന നാമമാത്രമായിരിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ഇത് ശരിയല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഡി.സി.സി പുനഃസംഘടന വിപുലമായി തന്നെ മുന്നോട്ടു പോകും. ഒന്നുകിൽ 8 മുതൽ 10 ഡി.സി.സികളെങ്കിലും പുനഃസംഘടിപ്പിക്കുക, അല്ലെങ്കിൽ എല്ലാ ഡി.സി.സികളും പുനഃസംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് നേതൃത്വം മുന്നോട്ടു പോകുന്നത്. കെ.പി.സി.സിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗത്തിൽ പാർട്ടിയിൽ വിപുലമായ പുനഃസംഘടന ഉണ്ടാകില്ല എന്ന് നേതാക്കൾ മുൻപ് സൂചന നൽകിയിരുന്നു. പുനഃസംഘടന ഉണ്ടാകും, എന്നാൽ ഭാരവാഹികളെ എല്ലാവരെയും മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരികയായിരിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അത്യാവശ്യം വേണ്ട മാറ്റം കെ.പി.സി.സി ഡി.സി.സി തലത്തിൽ വരുത്തും. പോകുന്നവർ പോകട്ടെ എന്ന നിലപാട് എടുക്കരുത് എന്നും എല്ലാവരെയും നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് എന്നും ശശി തരൂരിനെ ഉദ്ധരിച്ചുകൊണ്ട് കെ മുരളീധരൻ പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേതൃത്വം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും വി.എൻ. സുധീരനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള മുൻ കെ.പി.സി.സി പ്രസിഡന്റുമാരും യോഗത്തിൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ വിദേശത്തുള്ള കെ.സി. വേണുഗോപാൽ ഇനി 26-ന് മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ. രമേശ് ചെന്നിത്തലയും വിദേശത്ത് തന്നെയാണ്. അദ്ദേഹം 24-ന് മടങ്ങിയെത്തും. 25, 26 ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വിദേശത്തായിരിക്കും. അതിനാൽ തന്നെ ഈ മാസം അവസാനത്തോടെയേ ചർച്ചകൾ പുരോഗമിക്കാൻ ഇടയുള്ളൂ. ഇന്നത്തെ കെ.പി.സി.സി യോഗത്തിൽ മുൻ പ്രസിഡന്റ് കെ സുധാകരനാണ് മുഴുവൻ ഡി.സി.സി പ്രസിഡന്റുമാരെയും മാറ്റാതെ മോശം പ്രകടനം നടത്തുന്ന 4-5 പേരെ മാത്രം മാറ്റിയാൽ മതി എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മറ്റാരും ആ നിർദ്ദേശത്തെ പിന്തുണച്ചതുമില്ല. വയനാട് ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചൻ രാജ്യസന്നദ്ധത നിലവിൽ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. ആരോഗ്യ കാരണങ്ങളാലാണ് അദ്ദേഹം അത്തരമൊരു തീരുമാനത്തിലെത്തിയത്. തിരുവനന്തപുരം, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം എന്നിവയാണ് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനാത്ത സ്ഥിതിയിലുള്ള മറ്റ് ഡി.സി.സികൾ. ശരാശരിക്കും താഴെ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അത്രത്തോളം ഡി.സി.സികൾ വേറെയുമുണ്ട്. എറണാകുളം, കോഴിക്കോട്, മലപ്പുറം തുടങ്ങി 4-5 മാത്രമാണ് എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്ന ഡി.സി.സികൾ. എന്നാൽ ചില ഡി.സി.സി പ്രസിഡന്റുമാർ ചില നേതാക്കളുടെ നോമിനികളാണ് എന്നതിനാൽ തന്നെ അവരുടെ പിന്തുണയിൽ പദവിയിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുകയുമാണ്. ആലപ്പുഴ പ്രസിഡന്റ് ബാബു പ്രസാദിനെ മാറ്റാൻ രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യമില്ല. കണ്ണൂർ ഡി.സി.സി പ്രസിഡന്റിന്റെ കാര്യത്തിൽ കെ സുധാകരനും പ്രത്യേക താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാവരും മാറട്ടെ എന്ന തീരുമാനത്തിലേക്ക് പോകാൻ പാർട്ടി നിർബന്ധിതരാകാനും സാധ്യതയുണ്ട്. അല്ലാത്തപക്ഷം മികവ് തെളിയിച്ചവർക്ക് തുടരാനാകും. അത്തരത്തിൽ മികവ് തെളിയിച്ച ഡി.സി.സി അധ്യക്ഷന്മാരെ നിലനിർത്തി മറ്റ് പ്രസിഡന്റുമാരെ മാറ്റുന്ന കാര്യത്തിലാണ് പുതിയ നേതൃത്വം ചർച്ചകൾ തുടരുന്നത്. കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ ആ തീരുമാനത്തിന് നിലവിലൊരു മാറ്റവും സംഭവിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഒപ്പം കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരെയും കൂടെ നിയമിക്കാനാണ് ആലോചന. പ്രവർത്തന മികവില്ലാതെ ഒഴിവാക്കപ്പെടുന്ന ഡി.സി.സി പ്രസിഡന്റുമാർ മിക്കവരും കെ.പി.സി.സി ഭാരവാഹികളാകാൻ നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം. ഒരവസരം ലഭിച്ചിട്ട് ഒന്നും ചെയ്യാത്തവരെ പുതിയ പദവിയിലേക്ക് എത്തിക്കുന്നതിനെതിരെ പാർട്ടിയിൽ പ്രതിഷേധവുമുണ്ട്. അതിനിടെ പുനഃസംഘടന കാത്തുനിൽക്കാതെ നിലവിൽ ചുമതലകളുള്ള ഭാരവാഹികളെല്ലാം അവരുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടണമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം നിർദ്ദേശവും നൽകിയിരുന്നു. എന്തായാലും എന്താണ് സംഭവിക്കാനിരിക്കുക എന്നത് ഈ മാസം അവസാനം കണ്ടറിയാം.